തന്നെ ഇത്രയും നാളത്തെ പരിചയമുള്ള ബേസിസിലാണ് കുറച്ച് അവധി ഞാൻ തന്നത്. ഇനി ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. മേഡം, ഞാൻ പറഞ്ഞില്ലേ മേഡം, ഞാൻ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് എടുത്ത ലോണാണ്. അവൻ ചതിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും 2 മാസം സമയം കൂടി എനിക്ക് തരാം. ഞാൻ മുതലും പലിശയും ചേർത്തടച്ചോളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കൊന്നിട്ടാണെങ്കിലും മറ്റന്നാൾ രാവിലെ എനിക്ക് ക്യാഷ് കിട്ടണം. അല്ലെങ്കിൽ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. താൻ ചെല്ല്. ഡോ താൻ നിന്നേ, നാളെ കഴിഞ്ഞ് മറക്കണ്ട. ഹലോ, ആ ഞാൻ വീട്ടിലാടാ. പറ. ഒരു എമർജൻസി ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് ഉണ്ടാവും നിൻ്റെ കയ്യിലെടുക്കാൻ? ഓ എടാ, ഇപ്പം ഉണ്ടാവില്ലല്ലോടാ. എടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ വിളിക്കാട്ടോ. ഓ ശല്യം. ഹലോ ഹലോ ഹലോ. ആരാ ആരാ? എന്നൊന്നും ചെയ്യരുത്, ഞാൻ കള്ളനൊന്നല്ല, എൻ്റെ പുറത്ത് പോലീസുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത്.
ദേ,
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കൊന്നിട്ടാണെങ്കിലും മറ്റന്നാൾ രാവിലെ എനിക്ക് ക്യാഷ് കിട്ടണം, അല്ലെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ഹലോ, എടാ നീ എവിടെയാ? നീ ഇങ്ങോട്ട് വാ, ഒരു അത്യാവശ്യമുണ്ട്, ഇങ്ങോട്ട് വാ. എടാ വാ, ഞാൻ പറയണ കേക്ക്, ഇങ്ങോട്ട് വാ. ജോർജേ, ജോർജ് വാതിൽ തുറക്കടാ. ആരാ? ജോമോനാടാ പുല്ലേ. ആര്? വാതിൽ തുറക്കടാ. എന്തടാ? നീ ഇങ്ങ് വന്നേ. എന്താ കാര്യം? കാര്യം പറടാ. വാ. കൈ വിടറാ. എന്താ നിന്റെ പ്രശ്നം? എടാ അത് ഒന്നുമില്ല. ഡാ, എന്താ നിന്റെ മുഖത്തൊക്കെ ഒരു എന്താടാ? ജോർജേ, എന്താടാ കാണുന്നത്? എനിക്ക് എടാ, എൻ്റെ ദൈവമേ, എടാ ഒന്ന് എണീക്കടാ. എടാ വെള്ളം. ആ ആ എടാ ജോമോനെ എണീക്കി. എടാ എണീക്ക് എണീക്ക് എടാ എണീക്ക്. എണീക്ക്. എടാ മരിച്ചാ? എടാ, എന്റെ പൊന്നു ജോമോനെ, കളിക്കണ കളിയാണത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഊരാൻ പറ്റും തോന്നണോ നിനക്ക്? എന്റെ കൈയും കാലും മറിച്ചിട്ട് പാടില്ല. എടാ എടാ എന്തെങ്കിലും ഒന്ന് പറ. ഡാ ജോമോനെ പറയാം. എന്റെ മാതാവ്, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ
അയ്യോ. എടാ ഇതെവിടുന്നാ ഇത്ര പൈസ? എടാ ഒന്ന് പറഞ്ഞേ. അയാളുടെ ബാഗിലുണ്ടായിരുന്നു. എടാ ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പറ്റിപ്പോയി. പക്ഷേ ഈ പണം അതെനിക്ക് വേണം. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണത്. പക്ഷേ അതിന് നീ എൻ്റെ കൂടെ വേണം. ഇതിൻ്റെ ഒരു വിഹിതം അത് നിനക്കുള്ളതാണ്. ഉണ്ടാവില്ലടാ കൂടെ? ജോർജ്, എടാ നീ പറയണൊക്കെ ശരിയാ, പക്ഷേ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റൂടാ. നിനക്ക് പറ്റിയാലും എനിക്കിത് പറ്റുമെന്ന് തോന്നണ. എടാ നമുക്കിത് ആരോടെങ്കിലും പറയാം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പറയാം. പക്ഷേ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുടുംബം, ഞാനും ഒരു തെറ്റും ചെയ്യാത്ത നീയും. എടാ നീ വിളിച്ചു വരുത്തി പരിപാടി ആയിരുന്നല്ലേ? എടാ നീ പറ, എന്താ ചെയ്യണ്ടേ? രക്ഷപ്പെടണം ഈ പണമായിട്ട്. പക്ഷേ അതിനു മുമ്പ് ഈ ബോഡി നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. എടാ ഇനി എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നീ വാ. ജോർജ്, ഈ ബോഡി എന്ത് ചെയ്യും? ഇതോടെ വെച്ചാൽ റിസ്ക്കാണ്. നേരം വെളുക്കാൻ നീ മണിക്കൂറുകളുള്ളൂ. നീ വാ. അവിടെ നമ്മളൊരു കുഴി എടുക്കും, എന്നിട്ട് അവനവിടെ കുഴിച്ചിടും. ഇതാരും കണ്ടുപിടിച്ചാലും എങ്ങനെയെങ്കിലും? ഇല്ല, നീ പേടിക്കണ്ട. ആരും ഇതൊരിക്കലും അറിയാൻ പോണില്ല. നമ്മൾ അതിനു മുമ്പ് ഇവിടെ നാട് വിടും. ഒന്ന് പ്രശ്നങ്ങളൊന്നും ആരെ തീർന്നിട്ടേ നമ്മളിങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. നീ വാ. നീ പോയി ആ തൂമ്പ എടുത്തിട്ട് വാ.
ജോർജെ, എനിക്ക് പേടിയാവണ്ട. ഇതാരെങ്കിലും അറിഞ്ഞ? എടാ ഇല്ല, നീ പേടിക്കണ്ട. ആരും ഇത് ഒരിക്കലും അറിയാൻ പോണില്ല. നമ്മൾ നാളെ ഈ നാട് വിടും. നമുക്ക് സുഖമായിട്ട് കഴിയാനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നീ വാ. വാടാ. എടാ, നമ്മളെന്തിനു ചെയ്യാൻ പോണത്? എടാ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറാം. നിൻ്റെ വീട്ടിലേക്ക് പോകാം. ബാക്കി ചർച്ചയൊക്കെ അവിടെ വെച്ച്. എല്ലാം ഓക്കെ, പക്ഷേ ഈ ബാഗ് അതിപ്പോൾ വീട്ടിൽ കൊണ്ട് റിസ്ക്കാണ്. നമുക്ക് ഈ ബാഗ് ഇവിടെ വയ്ക്കാം, എന്നിട്ട് രാവിലെ വന്നെടുക്കാം. എടാ, ഇതെവിടെ ഒളിപ്പിക്കാം? വാ, വണ്ടി എടുക്കാം. Thank you.